നമസ്കാരം. മീനി മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എപ്പോഴും മോട്ടിവേഷൻ കേട്ടാൽ ഒരുപാട് നമ്മൾ ഭയങ്കര പ്രോജ്വലമായിട്ട് നിൽക്കുന്നൊരു അവസ്ഥയിലേക്ക് പോകാം. മോട്ടിവേഷൻ കൊടുക്കുക എന്നൊക്കെ നമ്മൾ ഓരോരിക്കലും പറയുന്നത് കേൾക്കാം. ശരിക്കും മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു തള്ളിന് സമാനം. തള്ളി നമ്മൾ കൊണ്ടുപോകുമ്പോൾ ആ ഒരു തള്ളിൻ്റെ ശക്തി എത്ര ശക്തമായി തള്ളുന്നോ ആ ശക്തമായി തള്ളിൻ്റെ ശക്തിയിൽ അത് കുറച്ച് നേരം നമുക്ക് ദൂരേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. 1, 2, 3 ദിവസമായിരിക്കും അതിൻ്റെ ആ മോട്ടിവേഷൻ എന്ന സംഭവം നമ്മൾ ഓർക്കുക അല്ലെങ്കിൽ മനസ്സിലുണ്ടാവുക. അത് പിന്നെ താനെ ഡൗൺ ആയി പോകും. ശരിക്കും നമ്മൾക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് അത് വരും. അത് നമ്മൾ ഒരാളായി മാറണം എന്നുള്ള ചിന്ത വരും. ഇല്ലെങ്കിൽ ആ ഇൻസ്പിറേഷൻ വരുമ്പോൾ നമുക്ക് അത് റോക്കറ്റ് പോകുന്ന പോലെയാണ്, ഇല്ലെങ്കിൽ എൻജിൻ തീവണ്ടിയൊക്കെ പോകുന്നില്ല, അതുപോലെ ഉള്ളിൽ നിന്ന് നമ്മൾ അത് ശക്തമായി നമ്മൾ അനുസ്യൂതം കണ്ടിന്യൂസ് ആയി നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു പ്രചോദനം നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മോട്ടിവേഷൻ അല്ല നമുക്ക് വേണ്ടത്. ഒരുപാട് മോട്ടിവേഷൻ ട്രെയിനേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ മോട്ടിവേഷൻ തരുന്ന ആൾക്കാരും ഒരുപാട് നമ്മുടെ ലൈഫിൽ കാണാൻ പറ്റും. പക്ഷേ അത് നമുക്ക് ഒരു താൽക്കാലികമായിട്ടുള്ളൊരു സംഭവം മാത്രമായിരിക്കും. ശരിക്കും നമുക്ക് വേണ്ടത് ഇൻസ്പിറേഷനാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിച്ച ആൾക്കാരെ കണ്ട് നമ്മൾ ഇൻസ്പയർ ചെയ്ത് അതുപോലെ ആകാനുള്ളൊരു പ്രേരണ നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അങ്ങനെ പോകുന്ന സമയത്താണ് നമുക്ക് സക്സസ്സിലേക്ക് നമുക്ക് യഥാർത്ഥത്തിൽ പോകാൻ സാധിക്കുക. അതുകൊണ്ട് നമുക്ക് മോട്ടിവേഷൻ ആവശ്യമില്ല, ഇൻസ്പിറേഷൻ ആവശ്യം. എല്ലാവർക്കും ഒരു ചോദ്യം നേരുന്നു.